നമസ്കാരം. അടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞ അടി തന്നെ. ഇതൊക്കെ കാണേണ്ടി വരുന്ന നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ BJP സർക്കാരിൻ്റെ ഭരണം മടുത്തിട്ടാണ് എങ്ങനെയെങ്കിലും കോൺഗ്രസ് അധികാരത്തിൽ വരട്ടെ എന്ന് കരുതി ഒന്നും നോക്കാതെ 19 പേരെ ജയിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് വിട്ടത്. എന്നിട്ടെന്തായി? ഇന്ത്യ മൊത്തത്തിൽ കോൺഗ്രസിനെ കൈവിട്ടു. എന്നിട്ടോ അവിടെ എത്തിയ രാഹുൽ ഗാന്ധിക്ക് വായ തുറക്കാനുള്ള അനുവാദം പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് ശരി. അദാനിക്കെതിരെ വായ തുറന്നപ്പോൾ തന്നെ പോയി പാർലമെന്റിന്റെ പുറത്തിരിക്കാനാണ് ഭൂരിപക്ഷമുള്ള BJPക്കാർ പറഞ്ഞത്. അങ്ങനെ ആ ഒരു ചാൻസും പോയി കിട്ടി. അത് മാത്രമല്ല, വർഗീയ പരാമർശമുള്ള അധിക്ഷേപകരമായ പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ കുറച്ചു നാളത്തേക്ക് MP സ്ഥാനവും പോയി കിട്ടി. ഇതാണ് ശരിക്കും പറഞ്ഞ ജനാധിപത്യം. ആർക്കും ഒരു സംശയമില്ലല്ലോ അല്ലേ? ഇതൊക്കെയാണ് ജനാധിപത്യം, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ജനാധിപത്യം. 10 വർഷം കൊണ്ടുണ്ടായ നേട്ടത്തെ എടുത്തു കാട്ടിക്കൊണ്ടാണ് BJP ഇപ്പോൾ അടുത്ത ഭരണം പിടിക്കാനും 400 സീറ്റ് എന്ന മോഹ ലക്ഷ്യത്തിലേക്കുമുള്ള യാത്ര നടത്തുന്നത്. അത് എങ്ങനെയെങ്കിലും തടഞ്ഞേ തീരൂ എന്ന് കരുതിയാണ് മതനിരപേക്ഷ കക്ഷികളെല്ലാവരും കൂടി ഒരു മുന്നണി തട്ടിക്കൂട്ടിയെടുത്തത്. അങ്ങനെയെങ്കിലും കുറച്ച് സീറ്റ് കിട്ടട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെയൊരു ആശയത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. എന്നിട്ടോ അതിലിപ്പോഴും ആശയക്കുഴപ്പം തീർന്നിട്ടില്ല. ഇനി കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇവിടെയാണ് യഥാർത്ഥത്തിൽ പോര് കടുത്തിരിക്കുന്നത്. ശശി തരൂർ എന്ന സ്ഥാനാർത്ഥി പോലും പറയുകയും മാറ്റി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രധാന എതിരാളി BJP ആണെന്നും അല്ലെന്നും ഒക്കെ. ചില കോൺഗ്രസ് പുള്ളികളാകട്ടെ വ്യക്തിവിദ്വേഷം കാരണം ഗ്രൂപ്പ് തിരിഞ്ഞ് 10 വോട്ട് മറിച്ചുകൊണ്ട് BJP സ്ഥാനാർത്ഥികളെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കാനും രഹസ്യമായി ധാരണകളും ഉണ്ടാക്കുന്നു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തിരിച്ചു പിടിക്കാനായി നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമായി ഇതിനായി കണ്ടാൽ കുഴപ്പമൊന്നും നമുക്ക് വരാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ ആൾക്കാർക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിൽ നടക്കുന്ന വാക്പോരുകളെ കുറിച്ചാണ്. അറിഞ്ഞോ അറിയാതെയോ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അതുകൊണ്ട് ചിലയിടത്തൊക്കെ പരസ്പര ധാരണയിൽ തന്നെയാണ് മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ മാത്രം കഥ അങ്ങനെയല്ല. LDFനെ തകർത്തേ മതിയാകൂ എന്ന് UDFും UDFനെ തകർത്തേ മതിയാകൂ എന്ന് LDFും തീരുമാനിച്ചുറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി BJPയെ തൊടാതെ മതേതരത്വം വിളമ്പി വയറു നിറയ്ക്കുകയാണ് ഇരു മുന്നണികളും. അതിന് ബലിയാടുകളായി മാറുന്നത് ഇരു മുന്നണിയിലെയും നേതാക്കന്മാരാണ് എന്നതാണ് രസം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ തോണ്ടാതെ പ്രസംഗിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയാണുള്ളത്. കേരളത്തിലെ ഇടതുമുന്നണിക്ക് BJPയുമായി എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. BJPയെ ആരാണ് ഭയക്കുന്നത് എന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതായത് വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിലും സംഘപരിവാർ രാഷ്ട്രീയത്തിലുള്ളവർക്കിടയിലും ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കാൻ വേണ്ടി സ്വന്തം ഘടകകക്ഷിയുടെ പതാക പോലും ഒഴിവാക്കിയ രാഹുൽ ഗാന്ധിയാണ് ഇത് പറയുന്നത് എന്ന് ഓർത്തോണം. കൊടി പിടിച്ചതിൻ്റെ പേരിൽ MSF പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ സംഘർഷം വരെ ഉണ്ടായതും നമ്മളൊക്കെ കണ്ടതാണ്. അതൊക്കെ ഒരു വഴിക്കിരിക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുറത്തു വന്നതോടുകൂടി LDF കൺവീനർ EP ജയരാജൻ പ്രതിരോധിക്കാൻ തന്നെ തീരുമാനിച്ചു. നാഷണൽ ഹെറാൾഡ് കേസിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യമാണ് EP ജയരാജൻ സഖാവ് ചോദിച്ചത്. ഇതാകെ കൺഫ്യൂഷനായല്ലോ. സത്യത്തിൽ യോഗേന്ദ്ര യാദവ് പറഞ്ഞതുപോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട്. അതായത് ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ വാക്കുതർക്കം കാരണം നമുക്കും സംശയം തോന്നാം, ജനാധിപത്യം പുലരുമോ? ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കിയാലോ. ഇനി ഇതിനേക്കാൾ രസകരമാണ് മുഖ്യമന്ത്രിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള അടി. BJPയെ നിരന്തരം എതിർക്കുന്നത് മൂലം തനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് രാഹുൽ ഗാന്ധി കാര്യമായി പറഞ്ഞത്. RSSൻ്റെയും BJPയുടെയും ഉറക്കം കെടുത്തുന്ന തരത്തിൽ പ്രവർത്തിച്ചത് കാരണം തനിക്കെതിരെ ED അന്വേഷണം നടത്തുകയും 55 മണിക്കൂറോളം തനിക്ക് ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യവും രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ അംഗത്വം എടുത്തു കളഞ്ഞു. ഔദ്യോഗിക വസതിയിൽ നിന്ന് പോലും പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചു. ഇതൊന്നും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എന്താണ് നേരിടാത്തത് എന്ന സ്വാഭാവിക സംശയമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. രാജ്യത്തെ 2 മുഖ്യമന്ത്രിമാരെ BJP സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിനുള്ളിലാക്കി. എന്നിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ തൊടാതിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ചെവിക്ക് പിടിച്ച് പുറത്തു കളയാത്തത് എന്ന് തുടങ്ങിയുള്ള സംശയങ്ങളാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. മറ്റൊരു കാര്യം കൂടി, വളരെ പ്രാധാന്യമുള്ള കാര്യം കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്.
രാവും പകലും താൻ BJPയെ കടന്നാക്രമിക്കുന്നു, അതേസമയം മുഖ്യമന്ത്രി നിരന്തരം തന്നെ കടന്നാക്രമിക്കുന്നു എന്നാണ്. കൊള്ളാമല്ലേ? ആരുടെയൊക്കെയോ ചട്ടുകങ്ങളാണെന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേ വരുന്നു പിണറായി വിജയന്റെ മാസ് ഡയലോഗ്. അത് ഇങ്ങനെയാണ്. പൊതുവെ മാസ് അടിക്കാൻ പിണറായി വിജയനെ കഴിഞ്ഞേ ഉള്ളൂ ആള്. BJPക്കാർ പൊതുവെ രാഹുൽ ഗാന്ധിയെ കളിയാക്കി വിളിക്കുന്ന പേര് പറയാതെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിൻ്റെ തുടക്കം. അത് മാത്രമല്ല, ജയിലിലെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ ശ്രമിക്കരുതെന്നായിരുന്നു അടുത്ത മറുപടി. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്ന കാര്യവും അന്ന് ഏകദേശം 1.5 വർഷക്കാലത്തോളം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരുന്നു എന്നുള്ള കാര്യവും വളരെ കൗതുകകരവും രസകരവും അല്പം കോമഡിയും മിമിക്രിയും ഒക്കെ കലർത്തിയായിരുന്നു പിണറായി വിജയന്റെ മാസ് മറുപടി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഒരേ മുന്നണിയിലെ തന്നെ 2 കക്ഷികളിലെ നേതാക്കന്മാർ തമ്മിൽ നടക്കുന്ന വാക്പോര്. സംഭവം അത് കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇതിനിടയിൽ 2 മുന്നണികളും പരോക്ഷമായി BJPയെ അനുകൂലിക്കുന്നു എന്ന കാര്യത്തിലും തർക്കം നമുക്ക് തോന്നാൻ സാധ്യതയില്ല. ഇതിനിടയിൽ മോദി വന്നിട്ട് പിണറായി വിജയനിട്ടും പരോക്ഷമായി കുത്തിയിട്ടാണ് പോയത്. മാസപ്പടി വിവാദത്തെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കെതിരായി പ്രധാനമന്ത്രിയുടെ കുത്തിപ്പറച്ചിൽ. പിന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടത്തിയ തട്ടിപ്പിനെക്കുറിച്ചും ED അന്വേഷണത്തെക്കുറിച്ചുമൊക്കെ നരേന്ദ്രമോദി പറഞ്ഞു. മാരീച വേഷത്തിലെത്തി കേരളത്തിലെ ജനങ്ങളെ അങ്ങ് മോഹിപ്പിച്ചു കളയാം എന്ന് വിചാരിക്കേണ്ട എന്നാണ് പിണറായി വിജയൻ അതിന് നൽകിയ മറുപടി. കേരളത്തിൽ BJP പ്രതിനിധി വേണമെന്നാണ് മോദിയുടെ ആഗ്രഹം ആർക്കുമാകാമല്ലോ എന്നായിരുന്നു പിണറായി വിജയന്റെ കമന്റ്. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോരുകൾ. എന്തായാലും സംഘപരിവാറിനെ വശത്താക്കി രാജ്യത്ത് ജനാധിപത്യം പുലർത്താനായി ശ്രമിക്കുന്ന 2 പാർട്ടിക്കാർ തമ്മിൽ ഇങ്ങനെ അടിയിട്ടാൽ എന്തായാലും കേരളത്തിലുള്ളവർ ഒരു മാറ്റത്തിനായി ശ്രമിച്ചാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു കൊടി വിവാദത്തെക്കുറിച്ച് മേലെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതിഷേധവുമായി വണ്ടൂരിൽ LDFകാർ പ്രകടനം നടത്തി, മലപ്പുറം വണ്ടൂരിൽ. അതുമാത്രമല്ല, തിരുവനന്തപുരത്തും ഇതേ അനുഭവം തന്നെ ലീഗിന്റെ നേതാക്കൾക്കുമുണ്ടായി. നേതാക്കളെ പോലും അകറ്റി നിർത്താനാണ് തിരുവനന്തപുരത്ത് ശ്രമിച്ചത്. വേദിയിൽ നിന്ന് നേതാവിനെ ഇറക്കി വിട്ടതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് കോൺഗ്രസ് ഉയർത്തുന്ന മതേതരത്വം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് ലീഗിനെ ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് LDF തെരുവിലിറങ്ങിയത്. CPM ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് INLന്റെ കൊടിയുമായി പ്രവർത്തകർ ലീഗിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനം നടത്തിയത്. ആർക്കെതിരെയാകും പ്രതിഷേധം എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുമല്ലോ. അതെ, കോൺഗ്രസിന് എതിരെ തന്നെ. എന്തിനായിരിക്കും എന്നും അറിയാമല്ലോ. അതെ, തന്നെ ലീഗിനെ ഒന്ന് പ്രീണിപ്പിക്കാൻ. അതുമാത്രമല്ല, വസീഫിന്റെ അതിക്രൂരമായ തോൽവി ഒന്ന് ചെറുതാക്കാൻ വേണ്ടി അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ വീണ്ടും പ്രധാനമന്ത്രിയാകാൻ കഴിയാത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ രാഹുൽ ഗാന്ധി ചിലപ്പോൾ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെടും.